നമസ്കാരം. ജനീവയിൽ വെച്ച് നടന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ച ഏറെക്കുറെ വിജയകരമായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലിക വിരാമമായിരിക്കുന്നുവെങ്കിലും ഒരു മൂന്നാം ഘട്ട ചർച്ച അനിവാര്യമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏകദേശം 3 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ച ഒമാനിയൻ അംബാസഡറുടെ വീട്ടിൽ വച്ചായിരുന്നു നടന്നത്. US ഉപരോധങ്ങൾ പിൻവലിക്കുന്നതാണ് തങ്ങളുടെ പ്രധാന ആവശ്യമെന്ന ഇറാൻ ചൊവ്വാഴ്ച പ്രതികരിച്ചിരുന്നു. ഉപരോധങ്ങൾ പിൻവലിക്കുന്നത് ആണവ വിഷയത്തിലെ ഏതൊരു കരാറിൻ്റെയും ഭാഗമാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എംസെൽ ബഖായി പറഞ്ഞു. ഇറാനുമായുള്ള ഉപരോധങ്ങൾ നീക്കുന്നതിലും യാഥാർത്ഥ്യബോധമില്ലാത്ത ആവശ്യങ്ങൾ ഒഴിവാക്കുന്നതിൽ നിന്നും അമേരിക്ക കാണിക്കുന്ന ഗൗരവത്തെ ആശ്രയിച്ചാണ് ഈ ആണവ ചർച്ചകളുടെ വിജയമെന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾക്ക് ശേഷം ഇത് ഏറെക്കുറെ വിജയകരമായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ജനീവയിൽ നടന്ന 2ാം ഘട്ട ചർച്ചകൾ അവസാനിച്ചതിന് ശേഷം മാർഗനിർദ്ദേശ തത്വങ്ങൾ ടെഹ്റാൻ US-മായി യോജിച്ചതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അച്രവി ചൊവ്വാഴ്ച പറഞ്ഞതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയുമായുള്ള 2ാം ഘട്ട ചർച്ചകൾ ഏറെക്കുറെ പ്രയോജനകരമായിരുന്നു എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രിയും പ്രതികരിച്ചിരുന്നു. ആത്യന്തികമായി ഒരു കൂട്ടം മാർഗനിർദ്ദേശ തത്വങ്ങളിൽ വിശാലമായ ധാരണയിലെത്താൻ തങ്ങൾക്ക് കഴിഞ്ഞതായി ഇരു രാജ്യങ്ങളും പ്രതികരിച്ചു. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നാവികാഭ്യാസം ആരംഭിച്ചു. ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ ഏകദേശം അഗ്നിശമന പരിശീലനത്തിൻ്റെ ഭാഗമായി ഇറാൻ ഹോർമൂസ് കടലിടുക്കിലേക്ക് ലൈവ് മിസൈലുകൾ വിക്ഷേപിച്ചതായിട്ടും റിപ്പോർട്ടുണ്ട്. ലോകത്തിലെ എണ്ണയുടെ 20% കടന്നുപോകുന്ന നിർണായക അന്താരാഷ്ട്ര വ്യാപാര പാതകളായ ജലപാതകളിൽ ഇറാൻ നേരത്തെ ഒരു സമുദ്ര സൈനിക അഭ്യാസം പ്രഖ്യാപിച്ചിരുന്നുവെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. റവല്യൂഷണറി ഗാർഡുകൾ ജലപാതയിൽ സൈനികാഭ്യാസങ്ങൾ നടത്തുന്നതിനാൽ ഷിപ്പിംഗ് സുരക്ഷാ മുൻകരുതലുകൾ കാരണം ചൊവ്വാഴ്ച ഹോർമൂസ് കടലിടുക്കിൽ ചില ഭാഗങ്ങൾ ഏതാനും മണിക്കൂർ അടച്ചിടും. ജനീവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിച്ച ചൊവ്വാഴ്ച ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ നശിപ്പിക്കുന്നതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിജയിക്കില്ല എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളൊക്കെ ആയത്തുള്ള അൽ ഖമീനിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് ചർച്ചയ്ക്ക് ദോഷകരമായി ബാധിക്കും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. പ്രശ്നപരിഹാരം ഇരു രാജ്യങ്ങളുടെയും ആവശ്യമായതുകൊണ്ട് തന്നെ വളരെ കൃത്യമായൊരു ദിശയിലായിരുന്നു ചർച്ചകൾ അവസാനിച്ചത്. ഇന്ത്യ വളരെ നിർണായകമായൊരു പ്രവർത്തനമാണ് ഈ ചർച്ച നടത്തുന്നതുമായി ബന്ധപ്പെട്ടത്, ഇരു രാജ്യങ്ങളുടെയും സമാധാനവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ അത്തരമൊരു പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതിനിടെ ഈ ചർച്ചകൾക്കിടെ മോദി ഇസ്രായേൽ സന്ദർശിക്കുകയാണ്. 25, 26 തീയതികളിലായിരിക്കും മോദി ഇസ്രായേൽ സന്ദർശിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ലോകാരാധ്യനായ നേതാവ് ഇസ്രായേൽ സന്ദർശിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത്. മോദിയുടെ നിർണായകമായ ഇടപെടൽ ഇറാൻ അമേരിക്ക വിഷയത്തിൽ ഉണ്ടായിരുന്നു. അത്തരമൊരു നിർണായക ഇടപെടലാണ് ഈ വിഷയത്തിൻ്റെ പരിഹാരം ഇത്രമേൽ സുഗമമായി തീർത്തത് എന്നതാണ് റിപ്പോർട്ട്. മോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിൽ ഇന്ത്യ ഇസ്രായേൽ ഫ്രീ ട്രേഡ് കരാർ കൂടി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. ഇനിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ ദീർഘനാളുകളായിട്ട് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ ദീർഘനാളുകളായിട്ട് വളരെ ശക്തമായി പോവുകയാണ്. ആഫ്രിക്കയിൽ ഇന്ത്യ ഇസ്രായേൽ സംയുക്തമായി തന്നെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവിടെ ചില പോർട്ടുകൾ നിർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ സമുദ്ര ഖനനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യ ഇസ്രായേൽ ബന്ധം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ഇതിനിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് തുർക്കിയുടെ ഭാഗത്തുനിന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അത്തരം ശ്രമങ്ങളൊന്നും ഏശാത്ത ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനിടെ ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ സുഗമമായി പരിഹരിക്കുന്നതിനും ഇന്ത്യയുടെ നിർണായകമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അത്തരം ഒരു ഇടപെടലിലൂടെ വളരെ കൃത്യമായൊരു ദിശയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ളൊരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇറാനിൽ നിന്നും അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നുമൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരേണ്ടതുണ്ട്. ഒരു പുതിയ ലോകക്രമം ഇതിനു വേണ്ടിയിട്ട് സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല ഫ്രീ ട്രേഡ് കരാർ ഇന്ത്യ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ ഒരു വാണിജ്യ കരാറിലേക്ക് പോവുകയാണ്. അങ്ങനെ പുതിയ രീതിയിൽ, അതായത് ചൈനയുടെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിന് പകരമായിട്ട് ഇന്ത്യ ഒരു സമഗ്രമായി ഇന്ത്യയുടെ നേതൃത്വത്തിലൊരു ലോക
വ്യാപാരത്തിൻ്റെ ഒരു റൂട്ട് തന്നെയാണ് ഇപ്പോൾ ക്ലിയറാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ശ്രമമാണ് ഇത്തരം ആഗോള വിഷയങ്ങൾ ഇന്ത്യ വളരെ കൃത്യമായി ഇടപെടുകയും അതിന് ഒരു പരിഹാരം കണ്ടെത്തുവാനുമുള്ളൊരു ശ്രമം നടത്തുന്നതൊക്കെയും ഇത്തരമൊരു കാര്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. എന്തു തന്നെ ആയാലും ഇസ്രായേൽ അമേരിക്ക പ്രശ്നം ഒരു വശത്ത് പരിഹാരമാകുന്നു. അതോടൊപ്പം തന്നെ ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തിനും ഒരു രമ്യമായ പരിഹാരത്തിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ളൊരു വാർത്തകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഈ നിർണായകമായ ഇടപെടൽ വളരെയധികം പ്രയോജനകരമായി തീരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത. അതോടൊപ്പം തന്നെ ഇന്ത്യ ഇസ്രായേൽ ചർച്ചകൾ ഇന്ത്യക്ക് വളരെ ഗുണകരമായ രീതിയിൽ തന്നെ വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് കൊണ്ട് തന്നെ വളരെ അധികം ഉറ്റുനോക്കുകയാണ് രാജ്യം ഈ കരാറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.